നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഗ്രാമിനെ പറ്റിയും ഹാർട്ട് സ്കാനിനെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ഇന്ത്യയിൽ കാർഡിയോളജിസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്നത് ഒരു കാർഡിയോളജി അവർക്ക് സസ്പെക്റ്റായിട്ട് നമ്മളൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ആൻജിയോഗ്രാം ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് ബ്ലോക്കിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് പിന്നെ അടുത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി. പിന്നെ അതിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നത് എന്താണ്? ബൈപ്പാസ് സർജറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോന്നിനെ പറ്റിയും പറയാം. ഇന്നിപ്പോൾ അടുത്ത് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ആൻജിയോപ്ലാസ്റ്റിയെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞോളൂ ഞാൻ WHO വേർഡാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻറ്റിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. എൻ്റെ വേർഡല്ല, WHO ഇറ്റ് ഈസ് ഇൻ വെയിൻ എന്നാണ് പറയുന്നത്. ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഹാർട്ട് സ്കാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹാർട്ട് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് എല്ലാ ഹോസ്പിറ്റലും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലും ഇപ്പം ഹാർട്ട് സ്കാൻ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പണ്ട് ഒരു കൊച്ചിയിൽ സെൻറ്റർ ഉണ്ടായിരുന്നു, കൊച്ചിൻ കാർഡിയോ സ്കാൻ സെൻറ്റർ. അത് പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിർത്തി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ളത് ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യുന്ന ഒരു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിൽ അല്ലെങ്കിൽ കോയമ്പത്തൂർ, ബാംഗ്ലൂർ. അപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലിപ്പോൾ അവർ വരക്കെ ഇത് ഹാർട്ട് സ്കാൻ അവരുടെ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും വെച്ചിട്ടുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. പക്ഷേ നമ്മുടെ പേഷ്യൻ്റ് അവർ ചെയ്യാറില്ല. എന്നാലും പല കണ്ടീഷനിലും അവർ അവിടുത്തെ താമസം എന്ന് പറഞ്ഞൊരു റെക്കോർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ആൻജിയോപ്ലാസ്റ്റി ഇതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 2-3 ബ്ലോക്ക്, ഒന്ന് 50% അല്ലെങ്കിൽ 40%, 80%. ഇപ്പോൾ വരണമെന്ന് ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പോൾ 80% ഉള്ളത് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് അവർ പറയും ബൈപ്പാസ് സർജറി ഒഴിവാക്കിയിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു അതൊരു ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കേണ്ടതാണ്. എന്നാൽ തന്നെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ രക്തക്കൊഴലുകൾ ഈ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ അടവുകളുണ്ടാവും. അപ്പോൾ ഈ അടവുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഈ ഹാർട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഈ രക്തം മറ്റ് അവയവങ്ങളിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഹാർട്ട് വീണ്ടും പമ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ പമ്പിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെൻറ്റ് ഇടും. അപ്പോൾ ഈ സ്റ്റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്റ്റെൻറ്റിന് അകത്തോടൊരു ദ്വാരവും കൂടിയുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ ആ സ്റ്റെൻ്റ് ഇടും. അപ്പോൾ ആ സ്റ്റെൻറ്റിന് ചെയ്യുന്നതിനിപ്പം ഈ ലേസർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ 3-4 സെൻറ്റേഴ്സ്. പക്ഷെ അത് ഇതുവരെയും വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റെൻറ്റിന് തന്നെ അവിടെ ഇരിക്കണമെന്ന് നമുക്ക് അവിടെ ഇരിക്കണമെന്ന് സ്റ്റെൻറ്റിന് അറിഞ്ഞുകൂടാ. പല കാരണങ്ങൾ കൊണ്ട് ഈ സ്റ്റെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതായത് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ 1, 2, 3 സ്റ്റെൻറ്റ് ഇടേണ്ട സന്ദർഭം വരുന്നത് അനുഭവത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയോജനം വരുന്നില്ല. പിന്നെ അതിന് സപ്ലിമെൻറ്റ്സ് കൊടുക്കും. സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അത് രക്തം കുറച്ച് കട്ടി കുറയും, അല്ലെങ്കിൽ ആ ബ്ലോക്ക് കുറച്ച് അലിയും. ചില മരുന്നുകൾ കൊണ്ട് അത് അലിയും. എന്നിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ കാർഡിയോളജിസ്റ്റ് മിക്കവാറും കൂടുതലും കൊടുക്കുന്നത് എസ്ക്രോപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ആസ്പിരിൻ. പക്ഷേ ഈ ആസ്പിരിന് വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്പിരിൻ രക്തത്തിനെ വെള്ളമാക്കും. അതിലൊരു കോൺസിക്വൻസ് കൂടെ പറഞ്ഞാണ് ഈ സപ്ലിമെൻറ്റ്സിന്. അപ്പം ഈ രക്തത്തിനെ വെള്ളമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പോൾ നമ്മൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവ് നിൽക്കത്തില്ല. ആ ബ്ലീഡിങ് കൊണ്ട് തന്നെ പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കാർഡിയോളജിസ്റ്റിനോടും പറയാനുള്ള ഇതാണ്, പിന്നെ പേഷ്യൻസിനോടും പറയുന്നതാണ്, കഴിയുന്നതും ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുക. കാരണം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ എസ്കോപ്പിൻ എന്ന് പറയുന്ന സംഗതി ഈ കാർഡിയോളജി പേഷ്യൻറ്റിന് കൊടുക്കാറേ ഇല്ല. അതിന് പകരമായിട്ട് പല സപ്ലിമെൻറ്റ്സും ഉണ്ട്. നാച്ചുറലായിട്ടുള്ളതുകൊണ്ടും അല്ലാത്തുള്ളതുമുണ്ട്.
ഇപ്പോൾ ഉദാഹരണം കാരണം ഈ ഒരു എസ്കോപ്പിന് ഉപയോഗിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പല്ലെടുക്കണമെങ്കിൽ തന്നെയും ഒരാഴ്ച 10 ദിവസം ആ എസ്കോപ്പിൽ നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ആക്ച്വലായിട്ടത് ബ്ലഡിനെ അലിയിക്കാനുള്ള കഴിവില്ല, രക്തത്തിന് ഡൈല്യൂട്ട് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞപ്പോൾ ഇതിപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്നതും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരുന്നിട്ട് നാച്ചുറലായിട്ട് ഒരുപാട് നമുക്ക് എസ്കോപ്പിന് വരെ ഉപയോഗിക്കാം. ഉദാഹരണം ഈ പൈനാപ്പിൾ ഒരു നാച്ചുറൽ ആസ്പിരിനാണ്. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ദിവസം ഒരു 2-3 ഗ്ലാസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ബ്ലോക്കിനെ അലിയിക്കാൻ മാത്രമല്ല രക്തത്തിനെ കട്ടി കുറയ്ക്കാനും സാധ്യതയുണ്ട്. അതേസമയം നാച്ചുറലാണ്, ബ്ലീഡിങ് ഉണ്ടാകത്തുമില്ല. അപ്പോൾ എസ്കോപ്പിന് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പിരിൻ അത് ഏറ്റവും വില കുറഞ്ഞ ഒരു മെഡിസിനും കൂടാണത്, പക്ഷേ ഏറ്റവും ദോഷവശം ചെയ്യുന്നതുമാണ്. അപ്പോൾ ചെറിയൊരു മുറിവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റ് വരാം. അങ്ങനെ പല ആളുകൾ ഇതുകൊണ്ട് മരിച്ചിട്ടുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവും വരുന്നില്ല എന്ന് എൻ്റെ വീടല്ല WHO തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആൾക്ക് പ്രയോജനം കിട്ടത്തില്ലെന്നൊക്കെ പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ 100% എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ചില ആൾക്ക് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്ന ആളുകളും ഇല്ലാതില്ല. പിന്നെ അതിനുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കുറേ കാഠിന്യം മാറിക്കോളും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന നിങ്ങൾ എഴുതി വെച്ചാലും കുഴപ്പമില്ല, കോഎൻസൈം Q10 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ അവരുണ്ടാക്കുന്നില്ല, പക്ഷേ പല ചീപ്പ് കമ്പനികളിലൂടെ ഉണ്ടാക്കിയ ഒരു അഡ്വർടൈസ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അത് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടാക്കുന്നുണ്ട്, യൂറോപ്പിലുണ്ട്, ജപ്പാനിലുണ്ട്. ഈ SRI ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും അവരുടെ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും അതിനെപ്പറ്റി പറയുന്നതാണ്. കോഎൻസൈം Q10 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഒരു പരിധിവരെ ഉണ്ടാക്കാം. അതുപോലെ ബ്ലോക്കിന് ഒരു പരിധിവരെ അത് മാറ്റും. നേരെ 100% അല്ല, പക്ഷേ അതിന് മാക്സിമം നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കും. പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ നാച്ചുറലായിട്ട് ഈ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞെങ്കിൽ തന്നെയും ഡയബറ്റീസ് പേഷ്യൻറ്റിന് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ തന്നെ മറ്റ് ഈ ഫ്രൂട്ട്സിനെ അപേക്ഷിച്ചിട്ട് ഈ ഷുഗർ കുറഞ്ഞിട്ടുള്ളതാണ് ഈ പൈനാപ്പിൾ. പിന്നെ അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രയോജനം വളരെ കുറച്ച് മാത്രമേ പേഷ്യൻറ്റിന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ആ പേഷ്യൻറ്റ് 100% സേഫ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാർഡിയോളജിസ്റ്റ് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൽ നിൽക്കത്തില്ല, ഇനി നമുക്ക് ബൈപ്പാസ് സർജറി ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബൈപ്പാസ് സർജറിയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറയാം. പിന്നെ അതൊരു വലിയ സബ്ജക്റ്റാണ്. ഇപ്പോൾ നമുക്കൊരു 3 ബ്ലോക്ക്, ഇപ്പോൾ 3 ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 100% 3 ബ്ലോക്ക് വന്നിട്ടുണ്ട്, 80% വന്നിട്ടുണ്ട്. 100% 3 ബ്ലോക്കുള്ള എനിക്ക് ധാരാളം കേസുകളിലൂടെ വന്ന് നല്ല സുഖമായി 10-20 വർഷം വരെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ ഒരു കേസ് ഹിസ്റ്ററിയും കൂടെ ഞാൻ പറയാം. അത് അതായത് മറ്റൊരു ഏത് പേഷ്യൻ്റെ ആയാലും അത് മെഡിക്കൽ സീക്രട്ടായിട്ട് വയ്ക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും പല ആളുകളും, അതായത് വലിയ പൊസിഷനിലുള്ള ആളുകൾ തന്നെ VIP തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അതങ്ങനെ ചെയ്യണം. അപ്പോൾ 3 ബ്ലോക്ക്, അതായത് 100% 3 ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിൻ്റെ കാരണം 100% ആണെങ്കിൽ തന്നെയും ഈ പമ്പിങ് നടക്കും. ഈ ഹാർട്ടിനുള്ള ഒരു ദോഷവും ഗുണവും ഇതാണ്, ഒരു തുള്ളി രക്തം പോകുന്നത് വരെയും ഹാർട്ട് വർക്ക് ചെയ്യും. പക്ഷേ നേരത്തെ തന്നെ പല സിംറ്റംസും കാണിക്കും. ചിലപ്പോൾ അത് സിവിയർ ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യങ്ങൾ കാണിക്കും. നമുക്ക് ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്ത് കേക്ക് പോലാണ്. എപ്പോഴും നമുക്ക് ഹാർട്ട് അറ്റാക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് സിവിയർ അല്ലെന്നുള്ളതാണ്. എർത്ത് കേക്ക് നമ്മളെപ്പോഴും എർത്ത് കേക്ക്, അതായത് ഭൂമി കുലുക്കം, നമ്മളറിയുന്നില്ല. എന്നാൽ തന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കണ്ട് അതിൻ്റെ ഇതൊക്കെ കാണാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹാർട്ടും അതുപോലെ തന്നെയാണ്. പിന്നെ ഹാർട്ടിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാളോ മസിലാണ് ഇതിൻ്റെ പ്രധാനം. അവന് കൂടുതൽ ഇതൊന്നുമില്ല. ഈ ചേമ്പേഴ്സും ഉണ്ട്, പിന്നെ ഈ വാൽവും ഉണ്ട്. ഈ പ്രധാനമായിട്ടുള്ള വാൽവിനും അടവുണ്ട്, അതിന് ചുരുക്കമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് പല കാരണങ്ങൾ വരും, ബ്ലോക്ക് മാത്രമല്ല. അപ്പോൾ ഈ ബൈപ്പാസ് സർജറിയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം 2ൽ കൂടുതൽ മേജർ ബ്ലോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയോളജി സജസ്റ്റ് ചെയ്യുന്നത്
ബൈപ്പാസ് സർജറി തന്നെയാണ്. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. കാരണം പറഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചത്തെ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഈ സ്റ്റേർനം എന്ന് പറയുന്ന എല്ല് ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഹൃദയത്തിലേക്ക് പോയി ഹാർട്ടിനെ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് രക്തക്കുഴലുകൾ നമ്മുടെ മറ്റ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് തുടയെന്നോ കാലിൻ്റെ മുട്ടിന് താഴെയെന്നോ ഒക്കെ എടുത്ത് നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊരു മേജർ സർജറി. അത് മാത്രമല്ല, ഇതൊരു പേഷ്യൻറ്റിന് ഒരു 3 months റെസ്റ്റ് ആവശ്യമുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ തന്നെ 1 മാസം ആവശ്യമുണ്ട്. അപ്പോൾ ബൈപ്പാസ് സർജറി മിനിമം. കാരണം ആ ജോലിക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ സ്കിന്നെ തച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഫ്ലെക്സിബിലിറ്റി സ്കിന്നിൻ്റെ, ഇപ്പോൾ നമ്മൾ ഷർട്ട് ഇട്ടിരിക്കുന്ന പോലെയാണ് നമ്മുടെ ശരീരം. ആ ഒരു ആവരണമാണ് സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കിന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓർഗൻ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ അവയവം അതാണ്. കാരണം സ്കിന്നില്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ. അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം പോകുന്നവരെയും ഹാർട്ട് പമ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വളരെ വിശ്വസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഒരേ ഒരു അവയവം ഹാർട്ടാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രെയിനേക്കായും ലിവറിനേക്കായും കിഡ്നിയേക്കായും ഒക്കെ കോംപ്ലിക്കേഷൻ കുറവാണ്. പക്ഷേ അറ്റാക്ക് വരുന്നതിൻ്റെ കാരണങ്ങൾ ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ പറയാം, അതിൻ്റെ സൊല്യൂഷനും പറയാം. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ പേഷ്യൻ്റ് ഉണ്ടാകുന്നുണ്ട്. ലൈഫ് ലോങ് ടൈം ഒരു പേഷ്യൻ്റായിട്ട് മാറണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാനൊരു അനുഭവം അവർ പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ഇവിടുത്തെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അദ്ദേഹം മരിച്ചത് കാലഹരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മകൻ പത്മനാഭവർമ്മ, ഇതിപ്പോൾ അവർ പറയാമെന്ന് രാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന് ആദ്യം ഒരു ആൻജിയോഗ്രാം എടുത്തു. നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിങ് നമുക്ക് തന്നെ പറയാം, ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ. അത് രാജകുടുംബം പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ പൈസ ചിലവാക്കി സ്ഥലവും കെട്ടിടവും എല്ലാം കൊടുത്ത് അതുപോലെ സ്ഥാപനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകന് 2 ബ്ലോക്ക് 100% ആൻജിയോഗ്രാം എടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ചെന്നു. അപ്പോൾ അമൃതയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് സർജറി അല്ലാതെ ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അവരവിടുന്നത് ഈ NMC USA എന്നും പറഞ്ഞിട്ടുണ്ട്. UAE ദുബായിൽ ഒരെണ്ണമുണ്ട് NMC. അവർക്ക് പല സെൻറ്റേഴ്സും ഉണ്ട്. ആ NMCയുടെ ആളാണ് ഇപ്പോൾ നമ്മുടെ SUT വാങ്ങിച്ച് നടത്തിയതും. SUT മഹാരാജാവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അപ്പം അവിടെ അവർ ഈ ഒരു ഷെട്ടി എന്ന് പറഞ്ഞ ആളാണ് ഈ ദുബൈയിലെ ഹോസ്പിറ്റൽ നടത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അമേരിക്കൻ ഡോക്ടറാണ് സർജൻ. പുള്ളി പറഞ്ഞ് നമ്മളെപ്പോലല്ല, അവർ ഇത് പേഷ്യൻ്റ് മേഡായി ഓൺ ദ ടേബിൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മരിക്കാൻ നല്ല സാധ്യതയുണ്ട്, അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഏതായാലും മരിക്കുന്നതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വരുന്ന മരിക്കുകയാലും വീട്ടിൽ കൊട്ടാരത്തിൽ പോയി മരിക്കാം. അപ്പോൾ മഹാരാജാവിന് പല ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അനുഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ കാര്യം തമ്പുരാൻ വിഷമിക്കേണ്ട, നമുക്കിനി വഴിയുണ്ട്, നമുക്ക് ആദ്യം ഇനി ആൻജിയോഗ്രാം ഒന്നും എടുക്കാൻ ഒക്കത്തില്ല, നമുക്ക് നമുക്ക് ഹാർട്ട് സ്കാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഞാനും കൂടെ പോയി ഹാർട്ട് സ്കാൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ നാഗർകോവിൽ ഇരുദയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അത് ഇരുദയം എന്ന് പറഞ്ഞാൽ തമിഴിൽ ഹൃദയം എന്നാണ്. അവിടെ പോയി എടുത്ത് വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് 2 ബ്ലോക്ക് 100% അല്ലാതെ പല കൊച്ചു ബ്ലോക്കുകളുണ്ട്. അതാണ് വേറൊരു കാര്യം. ഹാർട്ട് സ്കാനിനൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു 10, 12, 20 ഫങ്ഷൻ നമുക്കറിയാം, കിഡ്നിയുടെ കുറച്ച് ഫങ്ഷൻ അറിയാം, അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഹാർട്ട് ബ്ലോക്ക് മാത്രമല്ല, ഈ വാൽവ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് എന്തുമാത്രം ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം നമുക്ക് ഒരൊറ്റ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു വിശേഷത. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് 100% കറക്റ്റാണ്. എന്നിട്ട് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന അതേ സെയിം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു കൊച്ചു കുട്ടികളുടെ ഹൃദയം പോലെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർ ദാൻ 90% ബ്ലോക്കും മാറിക്കഴിഞ്ഞു. കാരണം ഒരു ബാക്കിയുള്ള നിസ്സാരമായിട്ടുള്ള ഒന്നും പ്രശ്നമില്ല. അത് മാത്രമല്ല, പുള്ളിക്ക്
ഹൈലി ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ അതിനും വളരെ ആശ്വാസമുണ്ട്. അപ്പോൾ ഞാനൊരു ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവരുടെ സമ്മതത്തോടെ പറയേണ്ടുന്നതുകൊണ്ടാണ്. കാരണം ഇത് ഈ മെഡിക്കൽസ് എപ്പോഴും നമ്മൾ സീക്രട്ടായിട്ട് തന്നെ വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുന്നതിന് ലേറ്റസ്റ്റായിട്ട് നിങ്ങളിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഈ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലേസർ തെറാപ്പി. ഇതകത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെല്ലാം അലിയിച്ച് കളഞ്ഞ് ഒരു 80-85% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബൈപ്പാസ് സർജറിയുടെ 4 അല്ലെങ്കിൽ ഒരു ശകലം കൂടുതലോ കുറഞ്ഞോ മാത്രമേ ഇരിക്കൂ. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.